ഹായ് ഹലോ നമസ്കാരം. റേഡിയോ നീതൽ 107.8 FM പാട്ട് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആർജെ ഫർസാനയാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് 2024 ഒരു സുവർണ വർഷമാണ്. ഇറങ്ങുന്ന സിനിമകൾ ലോകോത്തര ശ്രദ്ധയാണ് പിടിച്ചുപറ്റുന്നത്. ARM എന്ന ജിതിൻ ലാലിന്റെ ആദ്യ സിനിമ പല ഭാഷകളിൽ ചർച്ചയാകുമ്പോൾ സിനിമയോടൊപ്പം സിനിമാ ഗാനങ്ങൾക്കും ജനപിന്തുണ ഏറെ ലഭിക്കുകയാണ്. അങ്ങുവാനക്കോണിലും കിളിയേയുമൊക്കെ ട്രെൻഡിങ്ങിലാണ് ഇപ്പോഴും. ഈ പാട്ടുകളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച പാട്ടെഴുതി പാട്ടിലാക്കുന്ന ഒരു പാട്ട് ഡോക്ടറെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ന്. കഴിഞ്ഞ 10 വർഷമായി മലയാള സിനിമയിലെ ഹിറ്റ് സോങ്സുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് ലിറിസിസ്റ്റ് മനു മഞ്ജിത്ത്. നമുക്ക് സ്വാഗതം ചെയ്യാം പാട്ട് വിശേഷത്തിലേക്ക്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, നല്ല വിശേഷങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ARM തന്നെയായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും. പാട്ടുകൾ എല്ലാവരും പാടി നടക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നു. സന്തോഷം. ARMല് ഇറങ്ങിയിട്ടുള്ള 2 പാട്ടുകൾ അങ്ങുവാനക്കോണിലും കിളിയേയും എനിക്ക് തോന്നുന്നു ട്രെൻഡിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. മില്യണിലധികം ആളുകൾ പാട്ട് ഷോർട്സിലൂടെയും അതോടൊപ്പം തന്നെ റീൽസിലൂടെയും കാണുന്നു. പലരും ആ പാട്ട് വീണ്ടും പാടിയിടുന്നു. പാട്ടിന് പിറകിൽ പ്രവർത്തിച്ച് ആ പാട്ടിന് ഇത്രയും ഡെപ്ത് കൊടുത്ത ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു നിമിഷം എന്താണ് പറയാനുള്ളത്? ഓഫ്കോഴ്സ് സന്തോഷം തന്നെയാണ്. സന്തോഷത്തെക്കാൾ ആശ്വാസം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് അത് അച്ചീവ് ചെയ്യാന്ന് പറയുന്ന ഒരു സന്തോഷമുണ്ട്, റിലീഫ്, ഒരു ആശ്വാസം. അതാണ് ഏറ്റവും ആദ്യം. പിന്നെ ഈ അങ്ങുവാനക്കോണിൽ നിന്നുള്ള പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി അതിന് സന്തോഷം കൂടാൻ കാര്യമുണ്ട്. കാരണം അത് നമ്മളൊരു സിംഗിൾ ആയിട്ടൊന്നും വിട്ടൊരു പാട്ടല്ല. ഒരു സിനിമയുടെ സിറ്റുവേഷൻ, എല്ലാ തരത്തിലും അതിന്റെ സിറ്റുവേഷൻ ബൗണ്ടഡ് ആയിട്ട് എഴുതിയ ഒരു പാട്ടാണ്. ആൻഡ് ആ പാട്ട് ആക്ച്വലി സിനിമ കണ്ടതിന് ശേഷമാണ് ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. സിനിമയിൽ കണ്ടിട്ടാണ് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പൊ അതൊരു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ഓണത്തിലാണ് നമ്മുടെ നീലനിലവേ എന്നുള്ള പാട്ട്. അപ്പൊ അത് ലവ് സോങ് ആണ്. അതിന് സിനിമയും പുറമേ വരികയാണെങ്കിൽ ചിലപ്പോൾ പാട്ട് പത്രത്തിൽ ഇങ്ങനെ ഹിറ്റാവാൻ സാധ്യതയുള്ളത്. അപ്പൊ ഭംഗിയുള്ള കൊറിയോഗ്രഫി, അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു സിറ്റുവേഷൻ ഓറിയന്റഡ് ആയിട്ട് ഒരു പാട്ട് വരിക, അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം അതൊരു സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ അപ്പോൾ നമ്മൾ ഒരു പാട്ട് സെറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതൊരു സിംഗിൾ ആയിട്ട് പോലും പോവാതെ ആളുകൾ സിനിമയിൽ കണ്ടിട്ട് ആ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. സിനിമയുടെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴത്തേക്കും ഈ പാട്ട് അതിന് നൽകിയ ഒരു ജീവശ്വാസം ഉണ്ട്, അല്ലെങ്കിൽ ഈ പാട്ടിൽ ലയിച്ചങ്ങനെ പോകുന്ന ഒരു സമയമുണ്ട്. അത് ആ ഒരു സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ പാട്ട് കേൾക്കുന്ന, സിനിമ കാണാത്തെങ്കിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആളുകൾ പറയുന്നു ഈ പാട്ടിന് വല്ലാത്തൊരു ആഴമുണ്ടെന്ന്. അപ്പോൾ ശരിക്കും സാറിന്റെ ലൈഫിൽ ഈ പാട്ട് അല്ലെങ്കിൽ ഈ പാട്ട് പിറന്നത് എങ്ങനെയാണ്? ഏത് സമയത്താണ് സാർ ഈ പാട്ടിലേക്ക് വരുന്നതും ഈ സിനിമയിലേക്ക് വരുന്നതും? ജിതിൻ എനിക്ക് ഞാൻ കുഞ്ഞിരാമായണത്തിലെ പാട്ട് എഴുതുന്ന സമയം മുതൽ അറിയുന്ന ആളാണ് ജിതിൻ. പിന്നെ അത് വേണ്ടി ഗോദ ഒക്കെ ചെയ്ത സമയത്ത് അപ്പം ബേസിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. ബേസില് പാട്ടുകൾക്ക്, ബേസിയുടെ സിനിമകൾ നമുക്കറിയാം, ബേസിയുടെ സിനിമകൾക്ക് കൊടുക്കുന്ന പാട്ടുകൾക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ അത് തന്നെ ജിതിനും എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുമ്പേ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇതിലെ പാട്ടുകളെ കുറിച്ച്. പാട്ടുകൾ കണ്ടപ്പം ചെന്നൈയിലായിരുന്നു എഴുതിയത്. അപ്പം മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പാട്ട് പെട്ടെന്ന് സംഭവിച്ചൊരു പാട്ടാണ് ആക്ച്വലി. ഈ അങ്ങുവാനക്കോണിൽ നിന്നുള്ളത്. കിളി എന്നുള്ളത് ഓൾറെഡി വിഭൂജി മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണ്. ഇതിന്റെ അകത്ത് ഈ അങ്ങുവാനക്കോണിൽ നിന്നപ്പോൾ നമുക്ക് താരാട്ട് പാട്ട് എന്നുള്ളത് ചെയ്ത് വന്നപ്പോ ആയി വന്നതാണ്. അപ്പൊ താരാട്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ. അപ്പൊ എനിക്ക് ആ പോർഷനാണ്, അതായത് കുഞ്ഞിളം നാറിഞ്ച് വിട് ഉറങ്ങുന്ന് പറയുന്ന ആ സാധനം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത്. പല്ലവിയല്ല. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു കഥ പറയാനുണ്ട്, ഒരു മുത്തശ്ശി കഥ പോലെയുള്ള ഒരു സാധനമുണ്ട്. പക്ഷെ അതിന് ക്ലൈമാക്സോട് ഒരു റെലവൻസ് വരുന്നു. അപ്പൊ ആ കാര്യം നമുക്ക് ഒളിച്ച് പറയണം, ഒരു കഥ പോലെ പറയണം എന്നൊക്കെ പറയുന്ന, അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷനിൽ ഉണ്ടായ പാട്ടാണത്. അത് ഇപ്പോഴും നമുക്ക് അറിയായിരുന്നു ഇതാണ് പടത്തിന്റെ ഒരു സോള് ക്യാരി ചെയ്യാൻ പോകുന്ന പാട്ടാണെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അത് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. അല്ല ഭയങ്കര ഹിറ്റാവാൻ പോകുന്ന പാട്ടാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എത്ര ദിവസം എടുത്തു ഈ ഒരു പാട്ട് എഴുതി തീർക്കാൻ? അത് പറഞ്ഞത് അതപ്പോ സംഭവിച്ച ഒരു മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാക്കിയ പാട്ടാണ്. ഓക്കെ, 1 മണിക്കൂറുകൾ കൊണ്ട്. എന്താ അത് അതിനിടയിൽ പല ഡിസ്കഷൻസ് നമ്മൾ അല്ലാത്ത കാര്യങ്ങൾ, പാട്ടിന് കുറച്ച് കാര്യങ്ങൾ, അല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കും. അത് ആ ഒരു ഒരൊറ്റ ദിവസം തന്നെ ഉണ്ടാക്കിയ പാട്ടാ. ഓക്കെ, നമ്മൾ ഈ പാട്ടിന്റെ കൂടെ പറഞ്ഞു പോയൊരു പേരുണ്ട്, ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ദീപു നിനൻ തോമസ്. ഒപ്പം തന്നെ പറയേണ്ട ഒരു പേരുണ്ട്, ഈ പാട്ട് പാടിയിരിക്കുന്ന നമ്മുടെയൊക്കെ സ്വന്തം പ്രിയ ഗായിക വൈക്കം വിജയലക്ഷ്മി. മനസ്സിലൊരു ചിന്ത വരത്തില്ലേ, ഇന്ന ഒരു വ്യക്തി പാടിയാൽ ഈ പാട്ട് കുറെ കൂടി മനോഹരമാകും എന്നൊക്കെ മനസ്സിൽ തോന്നിയിരുന്നോ? ഏതെങ്കിലും ഒരു പേര്?
എനിക്ക് തോന്നുന്നു ഈ പേര് ആ സമയത്ത് തന്നെ നമ്മുടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്ന പേര് തന്നെയാണെന്ന് തോന്നുന്നു ആ സമയത്ത് തന്നെ. പിന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ ഇതിൽ ഈ അവസാനത്തെ പോർഷൻസ് ഒക്കെ പിന്നെ ആഡ് ചെയ്തതാണ്. അതായത് നമ്മൾ ഈ ഉയർന്നു വാ, തടകളെ നീ ഉടച്ചു വാ എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ അത് പിന്നെ ആ ഒരു ഫോൺ കോളിൽ സംഭവിച്ചതാണ്. ദിഗുജി പറഞ്ഞു ഇങ്ങനെ മനു ഇങ്ങനത്തെ ഒരു ഹൈ കൂടി അവിടെ വന്നാൽ രസം ഉണ്ടാവും, അപ്പൊ എന്തെങ്കിലും ഒന്ന് ആലോചിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കോൺവെർസേഷന്റെ ഇടയ്ക്ക് അങ്ങനെ നമുക്ക് ഇങ്ങനെ പിടിച്ചാലോ അങ്ങനെ സെറ്റ് ചെയ്താണ് അവസാനത്തെ പോർഷൻ. പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാണത് മറ്റേ പാട്ട് എഴുതി കുറെ കാലം കഴിഞ്ഞിട്ടാണത്. ഇപ്പോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പാട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു കഥ പറഞ്ഞു പോകുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയ്ക്ക് ഭയങ്കര ഒരു ശക്തിയുണ്ട്. ഇപ്പൊ കിളി എന്ന പാട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് എവിടെയൊക്കെ ഒരു സംഭാഷണ രീതി കൂടി എന്താ പറയാ ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. അവർ രണ്ടുപേരും തമ്മിലുള്ളൊരു പിന്നെ എന്റെ ഒരു തോന്നലായിരുന്നു. ലൈക്ക് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വളരെ ഫോക്കിഷ് ആയിട്ടുള്ള വളരെ എർത്തി ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ദിഗുജിയുടെ ട്യൂണിൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു പാട്ടുകളുടെ ശൈലി അങ്ങനത്തെ ഒരു ഇപ്പൊ ഒറ്റയടി പതയിലാണെങ്കിലും വായാടിപ്പത്തിൽ ഒരു സ്വിങ് ഒരു ഭയങ്കര ഒരു നാടൻ ശീലം നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പാട്ടിലും ഈ ട്യൂണും ഓഫ്കോഴ്സ് അതുണ്ടായിരുന്നു. പിന്നെ ഈ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് 90കളിലാണ്. പ്രസന്റ് എന്ന് പറയുന്നത് പ്രസന്റ് അല്ലാതെ മീൻസ് ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ കുറച്ചുകൂടി ഒരു നാടൻ ഫ്ലേവർ എന്നൊക്കെ വരുമ്പോ നമുക്ക് അധികം എന്താ പറയാ സാഹിത്യവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കോൺവെർസേഷൻ നമ്മൾ തുടങ്ങിയത് പൂവേ എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിപ്പോയി. ഒരു പോയിന്റ് എത്തിയപ്പോ എന്നോട് ദിഗുജി പറഞ്ഞു ഇനി ഫീമെയിൽ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചപ്പോ നമ്മളിങ്ങനെ ഇത്രയും നേരം ഇങ്ങനെ ഇതാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മറുപടി എന്നുള്ള നിലയ്ക്ക് ഒരു വളരെ പാവം പിടിച്ചൊരു നാട്ടിൻപുറത്തെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഒരാൾ വർണ്ണിക്കും എന്തായിരിക്കും അവളുടെ ഒരു മറുപടി. അപ്പൊ അങ്ങനെയാണ് മായം കാട്ടി മയക്കിടല്ലേ മനസ്സൂടെ നടത്തിയിടല്ലേ, അതായത് ഒരു പാവം പെണ്ണാണെന്ന് പറയുന്ന ഒരു തരത്തിലൊരു ഇതാണ് മതി. ആ ഒരു കാലഘട്ടം പറഞ്ഞുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന്റെ നിഷ്കളങ്കത എന്നൊക്കെ നമ്മൾ കേട്ടപ്പോഴുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് അത്രയും ആ പെൺകുട്ടി പറഞ്ഞു വയ്ക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തോട് നായകൻ റെസ്പോണ്ട് ചെയ്യേണ്ടി വരുമല്ലോ. അഴകെ ശങ്കുലൊക്കെയാണ് ചോദ്യം ഇതെന്തേ സ്വീകരിക്കുന്ന ഒരു സഖ്യം എന്തേ നമ്മൾ രണ്ടും രണ്ടായിരുന്നല്ലോ ഗംഭീരതയെന്ന് പറഞ്ഞു. അതങ്ങനെ ഭയങ്കര പർപ്പസ്ഫുള്ളി ചെയ്തൊന്നുമില്ല, പക്ഷെ അങ്ങനെ വന്നപ്പോ അതൊക്കെ സംഭവിച്ചതാണ്. സാറിന്റെ പാട്ടുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ ആത്മാവിലേക്ക് ഇറങ്ങുന്നത് ഇതിപ്പോൾ ആദ്യ തവണയൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് മലയാള സിനിമയിലെ ഒരു നിറ സാന്നിധ്യമാണ്. ഒരുപാട് ഹിറ്റ് സോങ്ങുകളുടെ പുറകിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോ പെട്ടെന്ന് പറയാൻ തോന്നുന്നത് മിന്നൽ മുരളിയിലെ ഉയരെ എന്ന സോങ്. അതിന് കിട്ടിയ ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ അതിൽ ആ ഒരു പ്രണയം വർണ്ണിച്ചിരിക്കുന്ന ഒരു രീതി, അതും ഈ പറഞ്ഞതുപോലെ ആളുകളുടെ മനസ്സിൽ ശരിക്കും ഒരു വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചതായിരുന്നു. ഇതിലൊരു മധുരമൂറുന്ന പ്രണയമാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു വേദനയായിരുന്നു നൽകിയിരുന്നത്. അപ്പൊ പ്രണയത്തെ ഇത്രമാത്രം ആസ്വാദനപരമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ അതെങ്ങനെയാണ് ആ ഒരു ശൈലി കിട്ടിയത്, ആ ശൈലിയിലേക്ക് വന്നെത്തിയത്? ശൈലി എന്നുള്ളതല്ല, അല്ല എനിക്ക് ഈ പാട്ട് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് നേരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് മിന്നൽ മുരളിയിലെ പാട്ടാണ്. കാരണം അതും ലിറിക്കോട് ഒന്ന് ഇറങ്ങിയ സമയത്ത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടായിരുന്നു ഉയരെ എന്നുള്ള പാട്ട്. അതും സിനിമ കണ്ടപ്പോഴാണ് ആളുകൾക്ക് ആ പാട്ട് കണക്ട് ആയത്. അല്ലെങ്കിൽ ആ ഇമോഷൻ എന്താണെന്ന് ആരാണ് പാടുന്നത് അപ്പോഴാണ് വില്ലന്റെ ഇമോഷൻ കണക്ട് ആവുന്നതും ആ പാട്ട് അത്രത്തോളം ഹൃദയത്തിലേക്ക് വന്നിട്ട് ആളുകൾ റെസ്പോണ്ട് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഇങ്ങനത്തെ ഒരു കിട്ടിയ ഒരു പാട്ടാണ് ഇത്. അപ്പം അതിന് നമ്മൾ എന്താ പറയാ, നമുക്ക് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ക്രിയേറ്റർ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കഥ പരിസരം ഉണ്ടാവുക, ഒരു കഥാപാത്രം ഉണ്ടാവുക, അയാൾക്ക് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെ ഉള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് ആ വില്ലനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, അത്ര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ 28 വർഷത്തിന് ശേഷം അയാൾ അത്രയും ശാന്തമായിട്ട് പ്രണയിച്ച ഒരാളെ അയാളുടെ അടുത്തെത്തുന്ന സമയത്ത് അയാൾ എങ്ങനെയാണോ സ്വാഭാവികമായിട്ട് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാനുണ്ടാവുക എന്നുള്ളത്. അതിന് ഷാനിക്കയുടെ സദ്യമായിട്ടുള്ള മ്യൂസിക് ഉണ്ടാവും. അതിന് നമ്മൾ ഏറ്റവും സിൻസിയർ ആയിട്ട് നമ്മൾ അവരുടെ കൂടെ നിന്നാൽ മതി, ബാക്കി പാട്ട് സംഭവിച്ചോളുന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ ഉയരയില് പറയുമ്പോഴാണെങ്കിലും ശരി, അത്രയും നേരം നമുക്ക് അതൊരു വില്ലനായിരുന്നു അല്ലേ. ഈ പാട്ടിന് ശേഷം ഫുള്ളി ചേഞ്ച് ആവുകയാണ്. അത് പിന്നെ ഒരു നായകന്റെ ഒരു പരിവേഷം നമ്മൾ അറിയാതെ അയാൾക്ക് കൊടുക്കുകയാണ് ഈ ഒരു പാട്ടിലൂടെ. ഇപ്പം മിന്നൽ മുരളിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു കാറ്റഗറി മാത്രമല്ല, ഇപ്പോൾ പ്രണയപാട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. പ്രണയങ്ങൾ മനസ്സിൽ തിങ്ങി നിറയുമ്പോൾ അത് പുറത്തേക്കുള്ള ഒരു ഒഴുക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരുപാട് തട്ടുപൊളിപ്പം പാട്ടുകളുടെ ഒരു ഹിറ്റ് മേക്കർ കൂടിയാണ്. ഇപ്പോൾ മിന്നൽ മുരളി തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഉയരെ എഴുതിയ ഇതേ ലിറിസിസ്റ്റ് തന്നെയാണ് തീ മിന്നൽ എന്ന് പറയുന്ന പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ സഡൻ ചേഞ്ച് ആണോ വരുന്നത്? ഞാൻ ആക്ച്വലി ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് പല തരത്തിലുള്ള പാട്ടുകൾ എഴുതാൻ പറ്റുന്നു എന്നുള്ളത്. സിനിമ നമുക്ക് തരുന്ന വലിയൊരു സാധ്യതയാണത്. എന്താ അത്തരം സിറ്റുവേഷൻസ് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുഞ്ഞിരാമായണത്തിലെ
സൽസ എന്നുള്ള അതെ പാട്ട്. അതെ അപ്പൊ അത് സിറ്റുവേഷൻ ഭയങ്കര ഫ്രഷ് ആണ് നമുക്ക്. കാരണം ഒരു ലവ് സോങ് എഴുതുമെന്ന് പറയണ മാതിരി അല്ല അത്. കാരണം അത് നമ്മളിതുവരെ കേട്ടില്ല. ഒരു ഗ്രാമത്തിലേക്ക് ഒരു പ്രത്യേക മദ്യം മാത്രം എത്താൻ ബുദ്ധിമുട്ടുന്നു, അതിൽ കഷ്ടപ്പെട്ടു പോകുന്ന അവിടുത്തെ കുടിയന്മാരുടെ അവസ്ഥ ഭയങ്കര ഫ്രഷ് ആയിട്ട് കുറെ സാധ്യതകളുണ്ട് നമുക്ക്. അപ്പൊ നമുക്കവിടെ ഇപ്പൊ സൽസ എഴുതാൻ പറ്റുന്നത്. അഗൈൻ തീവണ്ടി എന്ന് പറയുന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിഗരറ്റ് വലി നിർത്താൻ പെടാപ്പാട് പെടുന്ന ഒരാളുടെ കഷ്ടപ്പാടുകൾ, അയാളെ ചേസ് ചെയ്യുന്ന വേറെ നാട്ടുകാര്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആ സിറ്റുവേഷൻ ഭയങ്കര പ്രശ്നം. പിന്നെ അഗൈൻ സിനിമയിലൊക്കെ മോഹൻലാലിനെ കുറിച്ചൊരു പാട്ട് എഴുതണം, ലാലേട്ടനെ കുറിച്ചൊരു പാട്ട് എഴുതാൻ. അപ്പൊ അതാ അഗൈൻ നമുക്ക് കുടുക്കുമുട്ടിയ കുപ്പായം എഴുതാൻ പറ്റുന്ന സമയത്ത് അപ്പൊ അത് വേറൊരു സിറ്റുവേഷൻ ആണ്. ഒരാൾ അയാളുടെ കാമുകിയുടെ കല്യാണത്തിന് പോകണം, ഇയാൾ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഹാപ്പിയാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അതിലൊക്കെ ഒരു ഫൺ. പിന്നെ അഗൈൻ നമ്മള് ആടിനെ കുറിച്ച് പറയാം, ക്യാൻവാസ് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ്, അപ്പൊ അത് തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻസിന്റെ ഒരു ഫ്രഷ്നെസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പം നീലനിലവേ എന്ന് പറയുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ലവ് സോങ് എഴുതൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. കാരണം നമുക്ക് അത്രയും ലവ് സോങ്സ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും നല്ല സൗണ്ടിങ്. ഇപ്പൊ നമുക്ക് ആ നീലനിലവേ എന്നുള്ള പാട്ടിലൂടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, മീൻസ് ഒരു കഥ പറയാനില്ല. നമുക്ക് അവിടെ ലവ് സോങ് പ്ലേ ചെയ്യാന്നുള്ളതാണ്. അവർ തന്നിട്ടുള്ള ഒരു കിട്ടുന്ന മ്യൂസിക് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും നല്ല അപ്പൊ അദ്ദേഹത്തിന്റെ സംഗീതം ഏറ്റവും ഭംഗിയായിട്ട് നമുക്കത് എത്തിക്കാൻ പറ്റുന്ന വാക്കുകൾ, അപ്പൊ അങ്ങനെയുള്ളത് ചോയ്സ് ചെയ്യുകയാണ്. അപ്പൊ ഓരോ പാട്ടിന്റെ ഓരോരോ ഉദ്ദേശങ്ങൾ ഓരോന്നാണ്. അപ്പൊ എല്ലാത്തിനെയും കൂടെ ചേർന്ന് നിൽക്കാൻ മാക്സിമം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സാറിന്റെ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതാണ്, ലളിതമായ വാക്കുകൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു മലയാള ഭാഷയിലൂടെയാണ് ആ പാട്ടെല്ലാം സഞ്ചരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അറിയാവുന്നതാണല്ലേ, റാപ്പ് സോങ്സിലൂടെ അല്ലാതെ വലിയ വലിയ മാറ്റങ്ങളാണ് പാട്ടുകളുടെ ലോകത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 90കളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം പോലെയാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ പാട്ടുകൾ. ഇപ്പൊ നമ്മുടെ റീസെന്റ് ഇറങ്ങിയ കിളിയ എന്ന പാട്ട് കേൾക്കുമ്പോഴും വയലാർ സാറിന്റെയും അതോടൊപ്പം തന്നെ കൈതപ്പുറം സാറും ഗിരീഷ് സാറും ഒക്കെ പറഞ്ഞ് ആസ്വദിപ്പിച്ച ചില പാട്ടുകളില്ലേ, അല്ലെങ്കിൽ ആസ്വാദനം പോലെ പാടി തന്ന ഒരുപാട് പാട്ടുകളുണ്ട്, എഴുതി തന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ സാറ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ്, ആരെയാണ് ഒരു ഗുരുതുല്യൻ അല്ലെങ്കിൽ ഒരു റോൾ മോഡലായിട്ട് കണ്ടിരുന്നത്? ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഗിരീഷയുടെ പാട്ടുകൾ തന്നെയാണ്. അതിലുള്ള സിംപ്ലിസിറ്റിയും അതിലെത്രത്തോളം സിമ്പിൾ ആയിട്ട് എത്ര സ്ട്രെയിറ്റ് ആയിട്ടാണ് പാട്ടുകൾ, അത് കറക്റ്റ് മീറ്ററിന് അനുസരിച്ചിട്ടുള്ള ഒരു സൗണ്ടിങ് ഭംഗികളും ഒക്കെ എങ്ങനെയാണ്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഓഫ് കോഴ്സ് ലെജൻഡറി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് മലയാളം പാട്ടെഴുതുന്നത്. എന്നെ ഏറ്റവും ആദ്യം എക്സൈറ്റ് ചെയ്ത ഒരു പാട്ടെഴുത്തുകാരെന്ന് പറയുന്നത് ഗിരീഷനാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യം സിംപ്ലിസിറ്റി എന്നുള്ള ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെ കാര്യം പറയാം, ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെ ഇമോഷൻസ് പറയാൻ പറ്റും എന്നുള്ളത്. കാരണം എല്ലാവർക്കും മനസ്സിലാവേണ്ട സിനിമ അത്രയും ഒരു അങ്ങനത്തെ ഒരു മാധ്യമമല്ല, വേണ്ട ഒരു മാധ്യമമല്ല. അപ്പം അതിലെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുക ഞാനിപ്പോ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഓക്കെ, എങ്ങനെയാണ് ഓം ശാന്തി ഓശാനയിലെ മന്ദാരമേ പാട്ടിലേക്ക് കടന്നു വരുന്നത് 2014? കഥ ഇനിയും പറയണം, കഥ പറയണം. അതൊന്നുമല്ല, മിഥുൻ എന്റെ സ്കൂൾ മേറ്റ് ആയിരുന്നു, മിഥുൻ മേനോൻ തോമസ്. അങ്ങനെയാണ് ഓം ശാന്തി ഓശാനയില് ഒരു എന്താ പറയാ മിഥുന്റെ ആദ്യത്തെ സിനിമയായിരുന്നു, ജൂഡിന്റെ ആദ്യത്തെ സിനിമയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്ക് പാട്ട് എഴുതാൻ ഇഷ്ടമുണ്ടെങ്കിൽ നീ എഴുതി നോക്കും, കുറെ ആൾക്കാർ എഴുതുന്നുണ്ട്, നിന്റെ പാട്ടാണ് നല്ലതെങ്കിൽ അത് എടുക്കും. അങ്ങനെ എഴുതി നോക്കിയതാണ് മന്ദാരമേ. ഓക്കെ, അതിനുശേഷം കുറെ ഹിറ്റ് സോങ്സുകൾ, അതിൽ തന്നെ ഷാൻ റഹ്മാൻ സാറുമായിട്ടും ഷാനിക്കയുടെയും അതോടൊപ്പം തന്നെ വിനീത് ചേട്ടനായിട്ടും ബേസിലായിട്ടും ടൊവിനോ ചേട്ടനായിട്ടും എല്ലാം ഇവരെല്ലാമായിട്ട് കൂടുമ്പോൾ കിട്ടുന്ന ഒരു ഹിറ്റ് മേക്കിംഗ് ഉണ്ട്. ഇപ്പൊ എടുത്തു പറയേണ്ടത് ഷാനിക്കയായിട്ട് തന്നെയായിരിക്കും അല്ലേ? ഷാനിക്കയായിട്ട് എത്രയോ പാട്ടുകളാണ് വന്നിരിക്കുന്നത്, അതും ഷാനിക്കയായിട്ട് 10-30 സിനിമകളിലധികം ഞങ്ങള്. ഓക്കെ, അതിൽ തന്നെ എല്ലാം ഹിറ്റാണ്. ഇപ്പൊ ജേക്കബിന്റെ സ്വർഗരാജ്യം എടുത്തു നോക്കുകയാണെങ്കിലും ഉല്ലാസ ഗായിക എടുത്തു നോക്കുകയാണെങ്കിലും ഇതൊക്കെ എല്ലാ കാലവും ആളുകൾ കേൾക്കുന്ന ഒരു പാട്ടാണ്. ഇതിനൊന്നും അങ്ങനെ സീസൺ ഇല്ലല്ലേ? അതൊരു വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സിനിമയിൽ നമുക്കറിയാം ഒരു ടീമിൽ സെറ്റ് ആവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗ്യം അത് നമ്മൾ വിചാരിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു റാപ്പോ ഇൻ ബിറ്റ്വീൻ സംഭവിക്കണം. എഗെയിൻ നമ്മൾക്കിടയിൽ എന്ത് റാപ്പോ ഉണ്ടായിട്ടും കാര്യമില്ല, അങ്ങനെ വരുന്ന പാട്ടുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെടണം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് എന്താ പറയുക, ഇപ്പൊ ഞാൻ വളരെ കൗതുകത്തോട് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ വിനീതന്റെ സിനിമകളിൽ തുടങ്ങുന്നു. അഗെയിൻ വിനീതന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ബേസില്. അപ്പൊ ബേസിലെ പടങ്ങളിൽ നമ്മൾ ചെയ്യുന്നു. ബേസിന്റെ ആദ്യത്തെ അസിസ്റ്റൻസ് ആയിരുന്നു ഹാസും
ജിതിനും ഒക്കെ. അപ്പൊ അവരുടെ കൂടെ അപ്പൊ അതിങ്ങനെ ക്യാരി ചെയ്ത് ആക്ച്വലി ഇവർക്ക് എല്ലാം വളരെ എന്താ പറയാ വിനീതാക്കും ചിന്തിക്കുകയും ചെയ്ത തരത്തിലുള്ള സിനിമകളാണ് ബേസിൽ ചിന്തിക്കുന്നത്. ബേസിൽ ചിന്തിക്കാത്ത സിനിമകളാണ് ബാക്കിയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പൊ പക്ഷെ ഇവരുടെ ഒക്കെ പാട്ടിന് കൊടുക്കുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. അതായത് ഓരോ പാട്ടിനും ഇപ്പം ഞാൻ എന്താ പറയുക ബേസില് ഞാനായിട്ട് ബേസിലെ ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും ഞാൻ തന്നെയാണ് എഴുതി. അപ്പൊ അതിന് 3 സിനിമകളുള്ളതിൽ ഏറ്റവും കൂടുതൽ പാട്ട് എഴുതി കൊടുക്കുന്ന മ്യൂസിക് ഡയറക്ടർ ബേസിലായിരുന്നു. 20-20 പാട്ട് എഴുതിയിട്ടാണ് ബേസില. കാരണം അപ്പൊ അതാണ് ഗോതയിലൊക്കെ ഒരു ഗുസ്തി പ്രമേയമായിട്ട് വരുന്ന ഒരു പടമാണ്. പക്ഷെ അതിന്റെ അകത്ത് എത്ര രസമായിട്ടാണ് ബേസിൽ പാട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു സൂപ്പർ ഹീറോ പടമാണ്, പക്ഷെ അതെത്ര രസമായിട്ടാണ് ബേസില് പാട്ടുകൾ പ്ലേസ് ചെയ്തിട്ട്. അപ്പൊ അതേ ശ്രദ്ധ തന്നെയാണ് എന്താ പറയാ നാസിറും ഈവൻ ജിബിന്റെ അടുത്തും ഒക്കെ. ഇതിനൊരു നമുക്കൊരു ജസ്റ്റ് അവിടെ ലവ് സോങ് ആയിക്കോട്ടെ എന്നല്ല, ഇത് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങനെ ചെന്നൈയിലാണ് ഈ പാട്ടുകളൊക്കെ എഴുതുന്നത്. അങ്ങനെ ഒരാൾ കൂട്ടിരിക്കുന്ന സമയത്ത് നമ്മളും ഭയങ്കര കോൺഷ്യസ്, നമ്മളുടെ ഒരു ബെസ്റ്റ് നമ്മൾ അറിയാതെ നമ്മൾ പുറത്തെടുക്കുന്നു. അതാണ് അതിന്റെ ഒരു കാര്യം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പഴയ ഓർമ്മകളിലേക്ക് പോകാം, പാട്ട് ഓർമ്മകളിലേക്ക്. 2014 വിക്രമാദിത്യൻ. ഓക്കെ, ബിജിപാൽ സാറുമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഓർമ്മകൾ, ആ ഒരു പാട്ട്, ആ ഒരു സിനിമ? വിക്രമാദിത്യൻ എന്നെ സംബന്ധിച്ചിടത്തോളം വമ്പൻ ഓർമ്മയാണ്. കാരണം നമ്മളൊക്കെ ഇപ്പം ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പം മിത്തുച്ചൻ എനിക്ക് അത്രയും സ്കൂൾ കാലം ഒട്ടും പോലെ അറിയുന്ന ആളാണ്. മിത്തുച്ചൻ അതിന്റെ അകത്തുണ്ട്. മിത്തുച്ചൻ വഴി എനിക്ക് ജൂഡിനെ ആ സമയം പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയാം അവരുടെ ഒരു ഇതെങ്ങനെയാണെന്ന്. ഇപ്പം അതിന്റെ അകത്ത് തന്നെ ഈവൻ ഷാൻ റഹ്മാൻ എന്നുള്ളത് വലിയൊരു പേരായിരുന്നു ആ സമയത്ത്. കാരണം നമ്മളെ അതപ്പോ ആ സമയത്ത് ഇവർ ചെയ്തിട്ടുള്ള മറ്റേ മണർവാടിയും മറ്റേ കോഫി ടെൻസിലോടൊക്കെ കേട്ടിട്ട് നമ്മള് ഭയങ്കര എക്സൈറ്റഡ്. ഇവരൊക്കെ ഫാൻസ് ആണ്. അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ ഇവിടുന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു എറണാകുളത്തെ ഫ്ലാറ്റിൽ ഞാനിങ്ങനെ അയച്ചു കൊടുത്ത മീൻസ് ഇതിനെ എഴുതി കൊടുത്ത വരികള് ജൂഡ് അപ്പുറത്ത് ഷാനിക്കയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഞാനിങ്ങനെ ആലോചിക്കണ്ട്, ഷാൻ റഹ്മാനല്ലേ അപ്പുറത്ത് ഒഴിവുകൊണ്ടിങ്ങനെ. വിക്രമാദിത്യനിലേക്ക് വരുന്ന സമയത്ത് ഒക്കെ വലിയ ആളുകളാണ്. ലൈക്ക് ലാജു സാറിനെ പോലുള്ള ഒരാളും ഡയറക്ടർ ഇക്ബാൽ സാറായിരുന്നു എന്റെ സ്ക്രിപ്റ്റ്. എനിക്ക് തോന്നുന്നില്ല LJ പ്രൊഡക്ഷൻസിലെ ഫസ്റ്റ് പടമായിരുന്നു തോന്നുന്നു. പിന്നെ ദുൽഖർ സൽമാൻ, പിന്നെ ബിജിപാൽ സാറ് മ്യൂസിക് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് എന്നെ ഇങ്ങനെ പ്രൊഡക്ഷൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ എന്റെ പടത്തിന് എഴുതാനാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ചുമ്മാ ആരോ ഫ്രണ്ട്സ് ആരോ, കാരണം നമ്മൾ എഴുതി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇവർക്കൊക്കെ എന്താ പറയാ ഫ്രണ്ട്സ് ആരോ ചുമ്മാ വട്ടാക്കാൻ വേണ്ടി വിളിച്ചാന്നാ വിചാരിച്ച. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാണ് മറ്റേ വിനോദ് ഷൊർണൂര് വിളിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്നിട്ട് ബിജിപാൽ സാറിന്റെ നമ്പർ വന്നു. ബിജിപാൽ സാറിനെ വിളിച്ചു. പിറ്റേ ദിവസം ലാജു സാറിനെ വിളിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ കേൾക്കുന്ന സമയത്തും നമ്മളെ പഴയ ഫാൻ ബോയ് ആണ്. അപ്പൊ ആ എക്സൈറ്റ്മെന്റിൽ നിൽക്കുക. അപ്പൊ എന്താ പറയാ ലാജു സാർ പറയണ വാക്കുകളേക്കാൾ നമ്മൾ ഞാൻ ആലോചിക്കണത് ഈശ്വര ഗിരീഷേട്ടനും വിദ്യാജിക്കൊക്കെ എത്രയോ സിറ്റുവേഷൻ പറഞ്ഞിടത്തുള്ളതല്ലേ നമ്മൾ കേൾക്കണത്. അങ്ങനെ ബിജിപാൽ സാറിന്റെ ട്യൂണ് കേട്ടപ്പം ആ ട്യൂണിൽ വിജയന്റെ ട്യൂണിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഇത് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ പാട്ട് അതിനകത്ത് അന്തിച്ചോപ്പ് എന്ന് പറയുന്ന പാട്ടാണ് എഴുതിയത്. അത് ആക്ച്വലി അതിന്റെ ഒരു അവരുടെ ഒരു റിലേഷൻസ് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പം ലാജു സാർ പറഞ്ഞൊരു വാക്ക്, 2 ആണുങ്ങൾ തമ്മിലുള്ള അസൂയ നിറഞ്ഞ പ്രണയമാണ് ഈ പാട്ടിലൂടെ പറയേണ്ടതാണ് ഒറ്റ വരിയിൽ പറഞ്ഞു നിർത്തിയത്. കഥ മുഴുവൻ പറഞ്ഞിട്ട് അപ്പൊ കഥയൊക്കെ കേൾക്കുമ്പോ ഞാനിങ്ങനെ വേറെ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ ഇതാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയ ഒറ്റ വരി. അപ്പൊ അങ്ങനെ അപ്പൊ ട്യൂൺ കിട്ടിയപ്പോ ഞാൻ എഴുതി അയച്ചു കൊടുത്ത സമയത്ത് വിജയുടെ 1-2 ഡൗട്ടുകൾ ചോദിച്ചത്, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു ലാജു സാർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ ഒരു ധാരണ ഒരു ഓക്കെ 2-3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കാം, ലാജു സാർ ഇത് കണ്ടിരുന്നോ എന്നൊക്കെ. പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ ലാജു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വിളിച്ച് പറഞ്ഞു എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എന്റെ അകത്ത്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടൊരു കാര്യമാണ്. എന്നോട് പറഞ്ഞത് ഇത്രയാണ്, നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകൾ എഴുതാനുണ്ട് എന്ന് 3ാമത്തെ സിനിമയില് ലാജു സാർ പറഞ്ഞ ഒരു വാക്കാണ്. അപ്പൊ പിന്നെ ഇവിടേക്ക് നമ്മള് ഒരു ലൈഫ് ഒരു ക്രൈസിസ് ആയിട്ട് പോകുന്നുണ്ട്. ഈ വാക്കുകൾ നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഗതി. അപ്പം അതിനുശേഷമാണ് ഞാൻ വിജയനോട് ചോദിക്കുന്നത്, ബാക്കി ആരൊക്കെയാണ് പാട്ട് എഴുതിയിട്ടുള്ളത് ചോദിച്ച സമയത്താണ് എന്താ പറയാ അത് അതിനേക്കാളും വലിയ
പേടിപ്പിക്കുന്ന പേരുകളാണ്. റഫീഖ് അഹമ്മദ്, ശരചന്ദ്ര വർമ്മ, അനിൽ പനച്ചൂർ, അനേകണ്ടിയൂർ, സന്തോഷ് വർമ്മ തുടങ്ങിയിട്ട് ഉള്ള വലിയ പേരുകളാണ്. അപ്പൊ അവരുടെ കൂടെ ഒരു പാട്ട് എഴുതാൻ പറ്റി എന്നുള്ളത് ഒരു തുടക്കക്കാരെന്നുള്ള എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു കക്ഷി അമ്മിണിപ്പിള്ളയിലും സാറ് പാട്ട് എഴുതിയിട്ടുണ്ട്, റഫീഖ് സാറും ആ സിനിമയിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? അല്ല, റഫീഖ് ചേട്ട് പിന്നെയും വേറെ കുറെ സിനിമകളിൽ ഒന്നിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ഇത്രയും വലിയൊരു ആൾക്കാരുടെ കൂടെ, ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മള് എഴുതാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ സിനിമയായിരുന്നല്ലേ കക്ഷി അമ്മിണിപ്പിള്ളയൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഒരു പരിചയമായിട്ടുണ്ട്. ഓക്കെ, ഈ ഉല്ലാസ ഗായിക സോങ് ഉണ്ടല്ലോ അടി കപ്പിയാരെ കൂട്ടമണി, എനിക്കൊന്ന് റീസെന്റ് ആയിട്ട് എല്ലാവരും സ്റ്റോറി കൊണ്ട് നിറഞ്ഞൊരു പാട്ടായിരുന്നു ഉല്ലാസ ഗായിക. അന്ന് ആ സമയത്തിനെക്കാട്ടിയും ഒരുപാട് പിന്തുണ അല്ലെങ്കിൽ ഒരുപാട് കയ്യടികൾ ഈ ഇടയ്ക്ക് ആ പാട്ടിന് ലഭിച്ചുകൊണ്ടിരുന്നിരുന്നു. എങ്ങനെയായിരുന്നു ആ പാട്ടിലേക്ക്? ആ പാട്ട് പാടിയിരിക്കുന്നതാണെങ്കിലും ശരി, ഷാനിക്ക, റിമി ടോമി, വിധു പ്രതാപ് ഒക്കെ ആയിട്ടായിരുന്നു ആ ഒരു വൈബ്. സിനിമ മൊത്തം ഒരു ഭയങ്കര ഫൺ ക്രേസി പരിപാടിയാണ്. കാരണം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആട് ഒക്കെയാണ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇരിക്കുന്നത്, കുഞ്ഞിരാമായണ ആട്. അപ്പം നമുക്കറിയാലോ ആ സിനിമയുടെ സ്വഭാവം എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് ഏതാണ്ട് ഒരു കഥ. പിന്നെ അഭിനയിക്കുന്നതാണെങ്കിൽ ധ്യാൻ, അജു കുറെ ആളുകളാണ്. അപ്പൊ നമുക്കറിയാം, അപ്പൊ തന്നെ നമുക്ക് ആ സിനിമയുടെ സ്വഭാവം കിട്ടും. ഉല്ലാസ ഗായിക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പാട്ടും നല്ല രസമുള്ള ഒരു ട്യൂണ്, ഭയങ്കര ഫിഫ്റ്റി ആയിട്ടുള്ള ഒരു ട്യൂണാണ്. അപ്പൊ അതിനകത്ത് സിറ്റുവേഷൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഒരു നായിക, രണ്ട് നായകന്മാർ, അപ്പൊ അവര് തമ്മിലുള്ള ഒരു പടകാളി ചങ്കി പരിപാടി എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും സ്നേഹിച്ച് പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴെങ്കിലും ഒക്കെ പൊന്തി വരും എന്നുള്ളൊരു അങ്ങനെ പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഒരു പാട്ടാണ് ഇപ്പം കക്ഷി അമ്മിണിപ്പിള്ള അതിനകത്തൊരു ഉയ്യാരം പയ്യാരം എന്നുള്ള പാട്ട്. അത് ആ സമയത്ത് നമ്മള് എന്താ പറയാ ഭയങ്കര ആസ്വദിച്ച് ചെയ്തൊരു പാട്ടായിരുന്നു. പക്ഷെ അത് ഇടയ്ക്ക് മറ്റേ നമ്മൾ ഈ കോവിഡൊക്കെ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അത് പൊന്തി വരും ആ പാട്ടിന്റെ തീർച്ചയായിട്ടും. ഇപ്പൊ ആട് പറയുമ്പോഴത്തേക്കും ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഷാനിക്കനെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഷാനിക്ക പറഞ്ഞിരുന്നു, ഞാൻ മിഥുന്റെ നെക്സ്റ്റ് പ്രോജക്ട് ആടിന്റെ കഥ കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനെന്ന്. അപ്പൊ ഈ അടി കപ്പിയാരെ കൂട്ടമണിക്കുമ്പോ അടുത്തൊരു പാർട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആടിന്റെ ഒരു ഇതായി എങ്ങനെയാണ് അതിനെ കുറിച്ച് നെക്സ്റ്റ് പ്രോജക്ട് എന്ന രീതിയിലോ? അതിനെപ്പറ്റി അത് സംഭവിക്കുമ്പോ കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടെൻഷൻ തരുന്ന ഒരു പരിപാടി കൂടിയാണത്. ഇപ്പൊ ആട് 1 കഴിഞ്ഞിട്ട് ആട് 2ലേക്ക് എത്തിയപ്പോഴും നമുക്കറിയാം ആടിലെ പാട്ടുകൾ എല്ലാവരും ഏറ്റെടുത്തുള്ള പാട്ടുകളായിരുന്നു. കൊടികാരണ പൂരമായി ആണെങ്കിലും ഈ ഇൻട്രോ സോങ്സ് ആണെങ്കിലും ഒക്കെ. അപ്പൊ ആട് 2 വരുമ്പം ആ കൊടികാരണ പൂരമായിട്ട് അതേ ടെമ്പോയിൽ അതേ ഇതിൽ നിൽക്കുന്ന ഒരു പാട്ടുണ്ടാവണം. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കൊരു പാട്ടുണ്ടാക്കും എന്ന് പറയുന്ന മാതിരി അല്ലല്ലോ നമ്മളൊരു ഇന്ന സ്ഥലത്ത് ഹിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്നതിന്റെ അപ്പുറം പോകണം എന്ന് വിചാരിച്ചൊരു പാട്ടുണ്ടാക്കുന്നത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആണല്ലേ? ഭയങ്കര ചലഞ്ചിങ് ആണ്, ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ആട് 2 ഈ പറഞ്ഞ പോലെ അത് പാട്ടുകളൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു, മറ്റേ പാട്ടുകൾ കൂട്ടിച്ചേർത്ത് തന്നെ വെച്ചു. അപ്പൊ അതൊരു വലിയ ഭാഗ്യം. ഇനി അടുത്തേൽ എന്താണെന്ന് അറിയില്ല. എല്ലാം സർപ്രൈസ് ആണ്. ഇപ്പൊ പാട്ട് എഴുതാനിരിക്കുമ്പോഴും നമുക്ക് അറിയില്ലല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പാട്ട് എഴുതാൻ പോകുമ്പോഴും നമുക്ക് അറിയില്ല വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ, വാട്ട്സ് കമ്മിങ് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ എല്ലാം നല്ലതിനാവട്ടെ അല്ലേ? ആവട്ടെ. ഇനി ഗോദയെ കുറിച്ച് പറയുകയാണെങ്കിൽ 2016 സിനിമയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫിലിമിലൊക്കെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു റിലേഷനും കൂടെ കാണാൻ പറ്റും. ആസ് എ ലിറിസിസ്റ്റ് എന്ന രീതിയിൽ ഈ പറഞ്ഞ സിനിമകളിലെല്ലാം ഒരു ബന്ധം കണക്ട് ആവുന്നുണ്ടല്ലേ, ഡയറക്ടേഴ്സ് ആയിട്ടാണെങ്കിലും ശരി. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അത് നമുക്കൊരു ഫ്രീഡം. ഗോദ എന്ന് പറയുന്ന സിനിമയെ പറയുമ്പോൾ തന്നെ ഇപ്പൊ കുഞ്ഞിരാമായണം കഴിഞ്ഞു. കുഞ്ഞിരാമായണത്തിൽ നമുക്ക് പാട്ടുകളൊക്കെ അത്യാവശ്യം ഹിറ്റ്, പടം അത്യാവശ്യം നന്നായിട്ട് ഹിറ്റായി, എന്താ പറയാ സൽസൊക്കെ നല്ല ഹിറ്റായി. അപ്പൊ നെക്സ്റ്റ് ടൈം ബേസി വരുന്ന സമയത്ത് അപ്പൊ ബേസി പറഞ്ഞു അപ്പം ഒരു നാട്ടിൻപുറത്തെ കഥ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിന്റെ 5 പാട്ടുകൾ വരുന്നതിൽ യാതൊരു ഇതുമില്ല. അപ്പൊ ബേസി നെക്സ്റ്റ് പടം എന്ന് പറയുമ്പോൾ ബേസി പറഞ്ഞത് ഒരു ഗുസ്തിയാണ്. ഞാൻ ബേസിനോട് ചോദിച്ചു ഗുസ്തിയാവും, പിന്നെ പാട്ടുകൾക്കൊന്നും വലിയൊരു പ്രാധാന്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് 8 പാട്ടുണ്ട്. സന്തോഷം. അപ്പൊ ഫസ്റ്റ് അതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുള്ളൊരു പാട്ട് ഇതാണ്. അതിന്റെ ടൈറ്റിൽ ട്രാക്ക് പോലെ മറ്റേ കണ്ണഞ്ചെന്നൊരു നാട് പേരാണ്. അപ്പൊ അതിൽ ആക്ച്വലി ഒരു ഫയർവാനെ കുറിച്ച് പറയണം, ഇങ്ങനത്തെ ഒരു നാട്, കുസ്തിയെ കുറിച്ച് ക്രേസി ആവുന്ന ഒരു നാട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയണം. അപ്പം ട്യൂണില്ല, നമുക്ക് ട്യൂണില്ലാതെ എഴുതി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ബേസിയോട് ചോദിച്ചു, ബേസി ഈ ഗ്രാമത്തിന് പേരിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു ബേസിയുടെ സിനിമകളിലെ ഗ്രാമങ്ങളുടെ പേര് നമുക്ക് അറിയാലോ. അപ്പൊ ബേസി പറഞ്ഞില്ല, ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കണ്ണാടിക്കൽ നമുക്ക് പേരിടാം. അപ്പൊ ശാന്ത ഒന്നുമല്ല, കണ്ണഞ്ചെന്നൊരു നാടുണ്ടെങ്കിൽ കണ്ണാടിക്കൽ പേരാണെന്നൊരു വരി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗ്രാമത്തിന് പേരിട്ടതേ സാറാണ് ആ സിനിമയില്. കണ്ണാടിക്കലിന് പേരിട്ടത് ഞാൻ അത് ഈ പാട്ടിലൂടെ
ഇട്ടതാണ്. അപ്പൊ ചേച്ചി പറഞ്ഞാൽ ആയിക്കോട്ടെ ഇടാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അവിടെ ആ പാട്ട് സംഭവിക്കുന്നത്. പിന്നെ അതിനുശേഷം എന്താ പറയാ, പൊന്നിൻ കണിക്കുന്ന ആരോ നെഞ്ചിലും ആക്ച്വലി അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആരോ നെഞ്ചിൽ വേറെ തന്നെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പറഞ്ഞൊരു പാട്ടായിരുന്നു ആക്ച്വലി. ആരോ നെഞ്ചിൽ ആക്ച്വലി വളരെ പെപ്പി സോങ് ആയിട്ട് ട്രീറ്റ് ചെയ്ത പാട്ടായിരുന്നു. പഞ്ചാബിന്റെയും കേരളത്തിന്റെയും കൾച്ചേഴ്സ് മിക്സ് ആവുന്ന ഒരു പാട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തത്. ആ പാട്ട് കുറച്ചുകൂടി ഫാസ്റ്റ് നമുക്ക് വെച്ചിട്ടുള്ള ഒരു സാധനം. അപ്പൊ അതാണ്. പിന്നെ അത് ട്രീറ്റ് ചെയ്തതിനു ശേഷം അത് എഴുതി ഓൾമോസ്റ്റ് ഇതായതിനു ശേഷമാണ് ബേസിക്കലി നമുക്ക് വളരെ സ്ലോ ആയിട്ടൊരു ലവ് സോങ് പിടിച്ചാലോ എന്നുണ്ട്. അപ്പോഴാണ് അത് പിന്നെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ആരോ നെഞ്ചിലുള്ള പാട്ട് ആവണത്. ഓക്കെ, ഗോദയിലെ എല്ലാ പാട്ടുകളും തന്നെ അത്രമേൽ പ്രിയപ്പെട്ടതാണ് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നത് അത്രയും കാമായിരിക്കുന്ന സിറ്റുവേഷനിലും അത്രയും എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മൾ ഒന്ന് ജില്ലടിക്കണമെന്ന് തോന്നുന്ന സിറ്റുവേഷനിലും എല്ലാം ഗോദ സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ടെടുത്തിട്ടാൽ മതി. എല്ലാം ഗോദയിലുണ്ട്. അങ്ങനെ ഫുള്ളി വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഗോദ. എനിവേ, ഇപ്പൊ നമ്മൾ കുറെ സിനിമകളുടെ കാര്യം പറഞ്ഞു, കുറെ ഹിറ്റ് പാട്ടുകളുടെ കാര്യം പറഞ്ഞു. കൂടെ തന്നെ പറയേണ്ടതാണ് കുടുക്കുന്ന പാട്ടും. കുടുക്കും ഭയങ്കര ഹിറ്റായിരുന്നു. എന്താ ലവ് ആക്ഷൻ ഡ്രാമയിലെ പാട്ട്, അതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ അതും ഒരു സർക്കിൾ ഉണ്ടായിരുന്നു അല്ലേ? അത് ഓഫ് കോഴ്സ് പിന്നെ ധ്യാനായിട്ട് സിനിമ. അപ്പോ എന്നുള്ള നിലയ്ക്ക് അപ്പൊ അതില് സിറ്റുവേഷൻ കേട്ടോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിപാടി കിട്ടണം. അങ്ങനെയാണ് ഉപയോഗിച്ച വാക്ക്. നമുക്കൊരു പരിപാടി കിട്ടണം എന്ന് പറഞ്ഞ. അപ്പൊ അതിന്റെ അകത്ത് ഒരു കല്യാണ വീട്ടില് പ്ലേ ചെയ്യുന്ന ഒരു DJ ഒക്കെ കളിക്കുന്ന ഒരു പാട്ട് എന്നുള്ളത്. അപ്പൊ ഇത് ഏത് പാട്ട് എന്തും എഴുതാം എന്നുള്ളത്, എന്തും എഴുതി. കാരണം സ്പീക്കറിൽ എവിടെയോ സിനിമ പാട്ടാവാം, എന്തും ആവാം. പക്ഷെ എനിക്ക് തോന്നി അപ്പൊ ആ സിറ്റുവേഷൻ ഭയങ്കര രസകരമായിട്ട് തോന്നി. ഒരാള് അയാളുടെ പൂർവ്വ കാമുകിയുടെ കല്യാണത്തിന് പോകുന്നു. അപ്പോ ഇയാളൊഴികെ ബാക്കിയുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ വിരഹത്തിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ പോലെ തോന്നുമെങ്കിൽ കൂടിയും അത് ഭയങ്കര തട്ടുകൊടുക്കും. അല്ല, നിങ്ങൾ ഇപ്പോഴും എടുത്തു നോക്കും, അതിന്റെ ലിറിക്സ് ഭയങ്കര എന്താ പറയാ സെന്റിയാണ്. അതെ, സെന്റിയാണ്. പക്ഷെ അത് ആളുകളിലേക്ക് എത്തുന്നത് അങ്ങനെയല്ല. അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടൂർ ബസ്സിൽ ടൂർ പോകുമ്പോ ഇടുന്നത് കൊടുക്കായിരിക്കും. കല്യാണ വീട്ടിലെ കല്യാണം ആഘോഷിക്കുന്നതും കൊടുക്കിട്ട. കുടിച്ചിറക്കിയ കണ്ണീരിൽ അടിച്ചു തന്നെയാൻ വീഴുമ്പോ പിടിച്ചു നിൽക്കാൻ വഴി തടയുമ്പോ ചിരിച്ചിരിക്കല ചങ്ങാതി എന്നാണ് അതിന്റെ അവസാനത്തെ വരി പോലും ആക്ച്വലി. അപ്പോ വിരഹം തങ്ങി നിൽപ്പുണ്ട്, പക്ഷെ അത് നമ്മളിലേക്ക് എത്തുന്നത് ഒരു DJ പാട്ടായിട്ട്. അത് വേറെ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഫൺ ആയിട്ടാണല്ലോ നമ്മള് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ഒരു പെട്ടെന്നുണ്ടായ ഒരു പാട്ടാണ്. വളരെ പെട്ടെന്നുണ്ടായ പാട്ടാണ്. അത് ആളുകൾക്ക് ഇഷ്ടമായി. തീർച്ചയായിട്ടും. തീവണ്ടിയിലെ ആണെങ്കിലും എന്താ പറയാ അത് വേറൊരു ഹിറ്റ്. അത് എന്താ തൊടുന്നതെല്ലാം ഹിറ്റായി മാറുന്നു അല്ലേ? ഇപ്പൊ നമ്മള് എന്താ പറയാ ആ സിനിമകളൊക്കെ ആളുകൾക്ക് ഇഷ്ടാവുന്നു, ആ സിറ്റുവേഷനുമായിട്ട് ആളുകൾക്ക് കണക്ട് ആവുന്നു. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതൊക്കെ ഭാഗ്യമാണ്. നമ്മൾ അതിന്റെ ഭാഗമാവുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് കുറെ ഹിറ്റ് സോങ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ എഴുതിയ പാട്ട് അണ്ടർ റേറ്റഡ് ആയി പോയി, ഇത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തേണ്ട ഒരു പാട്ടായിരുന്നെന്ന് തോന്നിയിട്ടുള്ള പാട്ടുണ്ടോ? എന്നാൽ ഏറ്റവും ബെസ്റ്റ് മനസ്സിലേക്ക് വരുന്ന ഏതായിരിക്കും? അങ്ങനെ കുറെ പാട്ടുകളുണ്ടപ്പോ. കുറെ പാട്ടുകളുണ്ട് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പൊ ഈ കക്ഷിയമ്മണിപ്പിള്ള ഉയ്യാരം പയ്യാരത്തിനെ കുറിച്ച് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അത് പിന്നെ അത് ഹിറ്റായി. പിന്നെ അതേപോലെ മറ്റേ ആ പാട്ട് ഹിറ്റാണ്. പക്ഷെ എന്നാൽ പോലും കുറച്ചുകൂടിയൊക്കെ കേൾവിക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ അങ്ങുവാനക്കോണിലൊക്കെ എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച പാച്ചുവിലെ പാട്ടുകൾ ആക്ച്വലി എനിക്ക് അത്രയും ഇപ്പൊ നിൻ കൂടെ ഞാനില്ലയോ എന്നുള്ള പാട്ട് അത്ര എനിക്ക് ഒരുപാട് പാച്ചു അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമയിലെ. അതെ, പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതിന്റെ പാട്ടുകളുടെ പ്ലേസ്മെന്റ് ഒക്കെ എന്ത് സൂപ്പർ ആയിട്ടായിരുന്നു അല്ലേ? അതിലെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു അത് അത്രയും നമ്മള് എന്താ പറയാ സൈലന്റ് ആയിട്ട് വന്നൊരു സിനിമയായിരുന്നു. അതെ, സൈലന്റ് ആയിട്ട് വന്നൊരു സിനിമയായിരുന്നു. പക്ഷെ സിനിമ OTT ഇറങ്ങിയതിന് ശേഷമായിരിക്കും ആളുകൾ ഇത്രയധികം റെസ്പോൺസ് അതിന് കൊടുത്തത്. എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ആ സിനിമയെ കുറച്ച് അണ്ടർ റേറ്റഡ് ആയി പോയ പോലെ. അതെ, പ്രതീക്ഷിച്ചൊരു ഹിറ്റായിരുന്നു പടം. പക്ഷെ പ്രതീക്ഷിച്ച രീതിയിൽ ആ പാട്ടുകളൊക്കെ ഇപ്പൊ തിങ്കൾപൂവിലാണ് പാനാമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പോ എന്താ പറയാ ഹിറ്റാണ്, പക്ഷെ കുറച്ചുകൂടി തീർച്ചയായിട്ടും ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണത്. തീർച്ചയായിട്ടും അത് ഞാനും സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചില പാട്ടുകൾ ഉണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഓം ശാന്തി ഓശാന മുതൽ 2024 അങ്ങുവാനവും ഒപ്പം തന്നെ ARM ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒപ്പം അതിലെ എഴുത്തുകാരനെന്ന് ഉപരിയായിട്ട് ആ ഒരു പാട്ട് എഴുതുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ശ്വാസം ഉണ്ടല്ലോ, ഒരു പാട്ടിന് ഒരു ശ്വാസം ഉണ്ടല്ലോ അല്ലേ?
ആ ശ്വാസം തുടങ്ങുന്നത് ഈ കൈകളിൽ നിന്നാണ്. സോ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും സമയം ഒരുപാട് പാട്ടുവിശേഷമൊക്കെ ആയിട്ട് നമ്മളോട് ചേർന്നിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി എന്താണ് നെക്സ്റ്റ് പ്രൊജക്ട്? കുറെ ഹിറ്റൊക്കെ തന്നു ഞങ്ങൾക്ക്, അടുത്ത ഹിറ്റ് എന്താണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്? അല്ല, ഈ പാട്ട് തരാന്നുള്ളതല്ലേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഹിറ്റാക്കുന്നത് നിങ്ങളാണല്ലോ. ഓക്കെ, അതെ, എല്ലാ പാട്ടും ഇതേപോലെ നിങ്ങള് സ്വീകരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. ഇനിയിപ്പോ ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ എനിക്കൊന്ന് ഏറെമിന് ശേഷം പിന്നെ ഷാനിക്കയുടെ കൂടെ കപ്പ് എന്ന് പറഞ്ഞിട്ട് സിനിമ മാത്യു സിനിമ ഇറങ്ങിയിട്ട് ഉണ്ട്. ഭരതനാട്യത്തില് ഒരു പാട്ട് എഴുതിയിട്ടില്ലേ? ഭരതനാട്യത്തിലുണ്ടായിരുന്നു രണ്ട് പാട്ട്. എനിക്ക് തോന്നുന്നു ആ സിനിമയും ഭരതനാട്യം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു. അത് എനിക്ക് തോന്നുന്നു സിനിമ പാട്ടുകളല്ല, സിനിമ അല്ല, പാട്ടുകളും എനിക്ക് തോന്നുന്നു ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം ഭരതനാട്യം പോലെ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ആളുകളിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുത്തു. OTTക്ക് ശേഷമാണ് അതിനെക്കുറിച്ച് നല്ല റിവ്യൂസ് വരുന്നു, പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുന്നു. അത് ഭയങ്കര നോർമൽ ആയിട്ടൊരു കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമ, പക്ഷെ നല്ലൊരു സിനിമ. പക്ഷെ ആ സിനിമ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് കഥ കേട്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു. തീർച്ചയായിട്ടും കേട്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് ഞാൻ ചിരിച്ച് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു പടങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ അതിന് വലിയൊരു കയ്യടിയൊക്കെ നേടട്ടെ ആ പാട്ടിനും ആ സിനിമയ്ക്ക്. ആവട്ടെ, അത് പാട്ടും നമ്മൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, ഒപ്പം തന്നെ ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് സർപ്രൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വരുന്ന പ്രൊജക്ട്സ് ഒക്കെ ആളുകൾക്ക് സർപ്രൈസ് ഇട്ടുകൊടുത്താണ് നിർത്തുന്നത്. സർപ്രൈസ് ആയിട്ട് ഇട്ടൊന്നുമല്ല, എന്താ പറയാ, സംഭവിക്കട്ടെ. ഓക്കെ, ഒരുപാട് സന്തോഷം സാറേ ഇത്രയും സമയം നമ്മളുമായിട്ട് ഒരു പാട്ട് വിശേഷത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ജേർണി പങ്കിട്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് മികച്ച പാട്ടുകൾ ഉണ്ടാവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.